ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താവുന്നത്, ഇനി ഏത് രീതിയിലാണ് സപ്ലൈയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്, വാല്യൂ ഓഫ് സപ്ലൈയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ജി എസ് ടിയിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് വാല്യൂ ഓഫ് സപ്ലൈ. ജി എസ് ടി ലെവി ചെയ്യുന്നത് വാല്യൂ ഓഫ് സപ്ലൈയുടെ മേലാണ്. നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്തായതൊരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കും, കൺസിഡറേഷനായിട്ട് കണക്കാക്കും. ഒരു വസ്തു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് കിട്ടുന്ന എമൗണ്ട് അത് നമ്മളെന്താ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. നമ്മളൊരു 5 സാഹചര്യങ്ങളിൽ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 സർക്കംസ്റ്റാൻസസ് എന്താണ്? ആദ്യത്തെ സർക്കംസ്റ്റാൻസിൽ പറഞ്ഞിരുന്നത് എന്താ? വാല്യുവേഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദി കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി. അപ്പം പൂർണ്ണമായിട്ടും കൺസിഡറേഷൻ കൊടുക്കാത്ത സാഹചര്യങ്ങളിൽ വെൻ ദി കൺസിഡറേഷൻ ഈസ് പാർട്ട്ലി ഇൻ മണി ആൻഡ് പാർട്ട്ലി ഇൻ കൈൻഡ്, അങ്ങനെ വരുന്ന ഒരു സപ്ലൈയിൽ ഏത് രീതിയിലാണ് നമ്മളതിൻ്റെ ആ സപ്ലൈയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതാണ് ആദ്യത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് ഓർ റിലേറ്റഡ് പേഴ്സൺസ്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണെങ്കിലും റിലേറ്റഡ് പേഴ്സൺസ് ആണെങ്കിലും അവരുടെ ഇടയിൽ വാല്യൂ ഓഫ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതർ ദാൻ ത്രൂ ആൻ ഏജൻറ്റ്. ഇവിടെ എന്താ, ഒരു ഏജൻറ്റ് മുഖാന്തരമല്ലാതെ റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ഇടയ്ക്കോ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസിൻ്റെ ഇടയ്ക്കോ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണ് ജി എസ് ടി പ്രകാരം? ജി എസ് ടിയുടെ ജനറൽ റൂൾസ് പറയുന്നത് എന്താ? സെക്ഷൻ 15 അല്ലെങ്കിൽ റൂൾ 27-35. വളരെ സ്പെസിഫിക് ആയിട്ട് വാല്യുവേഷൻ റൂൾസ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 15-ലും റൂൾസ് 27-35-ലുമാണ്. രണ്ടാമത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് ഓർ റിലേറ്റഡ് പേഴ്സൺസ്. അപ്പം റിലേറ്റഡ് പേഴ്സൺസ് ആണെങ്കിലും ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണെങ്കിലും ഒരു ഏജന്റ് മുഖാന്തരം അല്ലാതെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ആ സപ്ലൈയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നാമത്തെ സർക്കംസ്റ്റാൻസ് എന്താണ്? വാല്യൂ ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ് ത്രൂ ആൻ ഏജന്റ്. അപ്പം ഒരു ഏജന്റ് മുഖാന്തരം സാധനങ്ങളോ സർവീസുകളോ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദെൻ ഫോർത്ത് പോയിന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ്. ഇനി കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് സപ്ലൈ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത്. കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏത് റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമലി 110% ഓഫ് ദി കോസ്റ്റ് എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം മറ്റൊരു രീതിയിലും വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ കോസ്റ്റിന്റെ 110% വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. വാല്യൂ ഓഫ് ടാക്സിബിൾ സപ്ലൈ കോസ്റ്റിന്റെ 110% കണക്കാക്കും. ദെൻ ഫിഫ്ത്ത് പോയിന്റിൽ പറഞ്ഞത് റെസിഡ്യൂവൽ മെത്തേഡാണ്. Residual method for determination of the value of supply of goods or services or both. The rules 1-4 അകത്ത് കൃത്യമായിട്ട് അതിൻ്റെ മെത്തഡോളജി പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 5 പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ സ്പെസിഫിക് സപ്ലൈസ് ഓർ സർട്ടൻ സ്പെസിഫിക് ബിസിനസ്. ചില പ്രത്യേക തരത്തിലുള്ള സപ്ലൈകളിൽ അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ ഡിറ്റർമിനേഷൻ ഏത് രീതിയിലായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ. ഇനി വാല്യൂ ഓഫ് സപ്ലൈ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക ബിസിനസ്സുകളിലും അവർക്ക് ജി എസ് ടിയിൽ പറഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഓപ്ഷണലാണ്. ഈ പ്രത്യേക രീതിയിലുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സപ്ലയേഴ്സിനും വേണമെങ്കിൽ ജനറൽ റൂൾസ് ഫോളോ ചെയ്യാം. ജനറൽ റൂൾസ് എന്താ? സെക്ഷൻ 15 പ്രകാരം അല്ലെങ്കിൽ റൂൾസ് 27-35 പ്രകാരമുള്ള റൂൾസ് ഫോളോ ചെയ്ത് വേണമെങ്കിലും അവർക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് റൂൾസ് ജി എസ് ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
അതിൽ ആദ്യത്തെ ഒരു കേസ് വരുന്നത് എന്താണ്? ആദ്യത്തെ കേസിൽ വാല്യൂ സപ്ലൈ ഓഫ് സർവീസസ് ഓഫ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ഓഫ് ഫോറിൻ കറൻസി. ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് എന്താ? വാല്യൂ ഓഫ് സപ്ലൈ റിലേറ്റിംഗ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയുടെ ബൈയിങ്ങും സെല്ലിങ്ങുമായിട്ട് ദെൻ അത് ഇൻക്ലൂഡിങ് മണി ചേഞ്ചിങ് ഉൾപ്പെടെ ഉണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ കറൻസിയും മണി ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു സെപ്പറേറ്റ് റൂള് പറയുന്നുണ്ട്. ആ സെപ്പറേറ്റ് റൂൾ എന്താണ്? നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് ദി ഫസ്റ്റ് മെത്തേഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? വേർ വൺ ഓഫ് ദി വാല്യൂ എക്സ്ചേഞ്ച് ഈസ് ഇൻ ഇന്ത്യൻ നാഷണൽ റുപ്പി. ഇനി നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓഫ് കറൻസി വന്നു കഴിയുമ്പോൾ അതിൽ ഒരു കറൻസിയുടെ വാല്യൂ എന്താ വരുന്നത്? ഇന്ത്യൻ റുപ്പി ആയിട്ടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെന്താ $US ഇന്ത്യൻ റുപ്പിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ ഒരു കേസ്. ആദ്യത്തേക്ക് നമ്മൾ ശരിയാണ്. ആദ്യത്തെ കേസിൽ എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ഒരു കറൻസി ഇന്ത്യൻ കറൻസിയാണ്. അപ്പം അങ്ങനെ ഇന്ത്യൻ കറൻസി ആണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സോ ഫോർ എ കറൻസി വെൻ ദി എക്സ്ചേഞ്ച് ഫ്രം O2, ഇപ്പം എക്സ്ചേഞ്ച് ഫ്രം O2 ഇന്ത്യൻ കറൻസിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി US ആയിട്ടോ മാറ്റുമ്പോൾ ടു ഇന്ത്യൻ റുപ്പീസ്, ദി വാല്യൂ ഓഫ് സപ്ലൈ ഷാൽ ബി ഈക്വൽ ടു ദി ഡിഫറൻസ് ഇൻ ദി ബൈയിങ് റേറ്റ് ഓർ സെല്ലിംഗ് റേറ്റ് ആസ് ദി കേസ് മേ ബി. അപ്പം ഇതിൻ്റെ വാല്യൂ ആയിട്ട് കണക്കുന്ന എന്താ? ഡിഫറൻസ് ഇൻ ബൈയിങ് റേറ്റോ അല്ലെങ്കിൽ സെല്ലിംഗ് റേറ്റോ ആസ് ദി കേസ് മേ ബി, and the Reserve Bank of India reference rate for the currency at that time. Difference in buying rate or the selling rate or buying rate ആകാം. അതിൻ്റെ കേസ് അനുസരിച്ച് ചിലപ്പം ബൈയിങ് റേറ്റ് ആയിരിക്കും കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് റേറ്റ് ആയിരിക്കും കണക്കാക്കുന്നത്. അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഫറൻസ് റേറ്റുമായിട്ടുള്ള ഡിഫറൻസ്, ബൈയിങ് റേറ്റും സെല്ലിംഗ് റേറ്റും അതുപോലെ ഓരോ ദിവസവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന റെഫറൻസ് റേറ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. ഈ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കറൻസി. ഈ ഡിഫറൻസിനെ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കറൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ? നമ്മൾ ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസിയിൽ ഒരു കറൻസി ഇന്ത്യൻ റുപ്പി ആകണം. അങ്ങനെ ഇന്ത്യൻ റുപ്പി ആകണമെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഡിഫറൻസ്, ബൈയിങ് റേറ്റ് ആണെങ്കിലും സെല്ലിംഗ് റേറ്റ് ആണെങ്കിലും, ഈ റേറ്റും ബൈയിങ് റേറ്റോ സെല്ലിംഗ് റേറ്റോ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസിനെ എത്ര യൂണിറ്റ് ആണോ കറൻസി നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനകത്ത് ഒരു $100 വാങ്ങുകയാണെങ്കിൽ നമ്മൾ $100 ഇന്ത്യൻ റുപ്പി ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡേയിൽ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ $100 ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 72 രൂപയാണ് അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത്ര 7200 രൂപ അന്നത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് കയ്യിലേക്ക് കിട്ടും. അപ്പോൾ $100 72 രൂപ വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം 7200 രൂപ നമുക്ക് 72 രൂപ വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 7200 രൂപ കിട്ടുന്നു. അപ്പം ആ 7200 രൂപ ദെൻ അവിടെ എന്താ? അന്നത്തെ ദിവസം അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് 7200 രൂപ. ഈ സെയിം ഡേ RBI പറഞ്ഞിരിക്കുന്ന റെഫറൻസ് റേറ്റ് 71 രൂപയാണെന്ന് വെക്കുക. അപ്പം RBI പറഞ്ഞിരിക്കുന്നത് എത്ര? 71 രൂപയാണെങ്കിൽ അവിടെ എത്ര? 7100 രൂപയെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഒരു 1000 രൂപ ഡിഫറൻസ് വന്ന് എത്ര ഉണ്ട്? 72 എക്സ്ചേഞ്ച് റേറ്റ്. RBIയുടെ പ്രിസ്ക്രൈബ് റേറ്റ് 71. അപ്പോൾ അവിടെ ഒരു 1 റുപ്പി ഡിഫറൻസ് വന്നു. ഡിഫറൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് RBIയുടെ പ്രിസ്ക്രൈബ് റേറ്റ് എന്താണ്? 1 റുപ്പിയാണ്. ഈ 1 റുപ്പി ഇൻറ്റു 100 എത്ര വരുന്നു? 100 രൂപയായിരിക്കും അന്നത്തെ വാല്യുവേഷൻ സപ്ലൈ വരുന്നത്. അന്നത്തെ ദിവസം വന്നിരിക്കുന്നത് 100 രൂപയായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്താ ഡിഫറൻസ് വന്നിരിക്കുന്ന 72ഉം 71 വരുമ്പോൾ എത്ര വന്നിരിക്കുന്നു? ₹1 ആണ് ഡിഫറൻസ്. ഈ ₹1 എത്ര യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ $100 ആണ് കൺവേർട്ട്. അപ്പം 100 1 ഇൻറ്റു 100 അല്ലെങ്കിൽ 100 ആയിരിക്കും
വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ സർക്കംസ്റ്റാൻസിൽ എന്താണ്? ഒന്ന് ഇന്ത്യൻ കറൻസിയും അടുത്ത ഫോറിൻ കറൻസിയുമാണ്. ഇതാണ് ആദ്യത്തെ ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് വരുമ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് വേർ ദി RBI റെഫറൻസ് റേറ്റ് ഓഫ് ദി കറൻസി ഈസ് നോട്ട് അവൈലബിൾ. രണ്ടാമത്തെ സാഹചര്യം വന്നത് എന്താ? RBIയുടെ റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ല. ആ ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കറൻസിയുടെ RBI റെഫറൻസ് റേറ്റ് ആപ്ലിക്കബിൾ അല്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദി വാല്യൂ ഷാൽ ബി 1% ഓഫ് ദി ഗ്രോസ് എമൗണ്ട് ഓഫ് ദി ഇന്ത്യൻ റുപ്പി. അപ്പം നമ്മുടെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ 1% ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. പ്രൊവൈഡഡ് ഓർ റിസീവ്ഡ് ബൈ ദി പേഴ്സൺ ചേഞ്ചിങ് ദി മണി. അപ്പം RBIയുടെ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് അവൈലബിൾ അല്ല എങ്കിൽ ഗ്രോസ് എമൗണ്ടിൻ്റെ, അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ എമൗണ്ടിൻ്റെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വരുന്ന എന്താണോ ആ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ 1% നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. Then in case where neither of the currencies exchanged is Indian rupee, മൂന്നാമത് വന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ്? RBIയുടെ റേറ്റ് അറിയില്ല എങ്കിൽ, RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് അറിയില്ല എങ്കിൽ ഇന്ത്യൻ കറൻസി എത്രയാണോ വരുന്നത്, ഇപ്പം $100 72 രൂപ വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7200 രൂപ വരും. 7200 രൂപ വന്നു കഴിയുമ്പം അതിൻ്റെ 1% നമ്മൾ എന്തായിട്ടെടുക്കും? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. ഇനി മൂന്നാമത്തെ ഒരു രീതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ കേസ് വേർ നൈദർ ദി കറൻസീസ് എക്സ്ചേഞ്ച് ഈസ് ഇൻ ഇന്ത്യൻ റുപ്പി. മൂന്നാമത്തെ സാഹചര്യത്തിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കറൻസിയും ഇന്ത്യൻ റുപ്പി അല്ല. ഇപ്പൊ $, നമ്മൾ എന്താ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര പൗണ്ട് കൊടുത്ത് നമ്മൾ ഇത്ര $, വാങ്ങുന്നു. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കറൻസിയും ഇന്ത്യൻ കറൻസി അല്ല. ദി വാല്യൂ ഷാൽ ബി ഈക്വൽ ടു 1% ഓഫ് ദി ലെസർ ഓഫ് ദി 2 എമൗണ്ട്സ്. അപ്പം ഇതിലെ കുറഞ്ഞ എമൗണ്ട് ഏതാണോ അതിൻ്റെ 1% എന്താ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ലെസർ ഓഫ് ദി 2 എമൗണ്ട്സ് ദി പേഴ്സൺ ചേഞ്ചിങ് ദി മണി വുഡ് ഹാവ് റിസീവ്ഡ് by converting any of the 2 currencies into Indian rupee on that day at the reference rate provided by RBI. ആ പ്രത്യേക ദിവസം RBI കൊടുക്കുന്ന റെഫറൻസ് റേറ്റ് വെച്ച് ഇതിലേത് 2 കറൻസിയും നമ്മൾ എന്താ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിലേതാണോ കുറഞ്ഞ തുക വരുന്നത് ആ കുറഞ്ഞ തുകയുടെ 1% വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമ്മളെന്താ ഒരു $, 9000 കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം ഒരു 4500 പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു $9000 ഒരു പ്രത്യേക ദിവസം കൺവേർട്ട് ചെയ്യുന്നു, പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം 4500 പൗണ്ടാണ് കിട്ടുന്നത്. യു ജസ്റ്റ് ഇമാജിൻ, ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു. ദെൻ RBIയുടെ ആ ദിവസത്തെ നമ്മളത് എക്സ്ചേഞ്ച് റേറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇപ്പം 63 രൂപ വെച്ചാണ് RBI എന്താ $ന്റെ എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. 63 രൂപയും ദെൻ പൗണ്ടിന് 82 രൂപയുമാണ്. ഈ പറയുന്ന എക്സ്ചേഞ്ച് നടക്കുന്ന ദിവസം എന്നതാ $9000 കൺവേർട്ടഡ് ഇൻറ്റു 4500 പൗണ്ട്സ്. 9500 converted into 4500 pounds. Then the exchange rate on that day is ₹63 for the dollar and ₹82 per pound. പൗണ്ടിൻ്റെ 82 രൂപയാണ്. നമ്മളിത് രണ്ടും എന്താ ഇന്ത്യൻ കറൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുന്നു. അപ്പം കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം 9000 into 63 that will be 5,67,000. നമ്മൾ 9000 ഇന്ത്യൻ കറൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു RBIയുടെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച്. അപ്പം അന്നത്തെ കിട്ടുന്നു 5,67,000 കിട്ടും. ഇനി 4500 പൗണ്ടിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് 4500 into 82 നമുക്ക് കിട്ടുന്ന എത്ര 3,69,000. റൂള് പറഞ്ഞ് ലെസ്സർ ദി എമൗണ്ട് ആണ്. അപ്പം 3,69,000 1% അല്ലെങ്കിൽ 3,690 ആയിരിക്കും ഇവിടെ വാല്യൂ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഈ 3 സാഹചര്യങ്ങളിൽ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ റൂളുകൾ ഫോളോ ചെയ്യണമെന്നുള്ളത് ഓപ്ഷണലാണ്.
സപ്ലയർക്ക് തീരുമാനിക്കാം ഈ റൂള് ഫോളോ ചെയ്യണോ, അല്ല എങ്കിൽ ജനറൽ റൂള് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകളുടെ ഒരു രണ്ടാമത്തെ മെത്തേഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി മെത്തേഡ് 2-ൽ എ പേഴ്സൺ സപ്ലൈയിങ് ദി സർവീസസ് മേ എക്സസൈസ് ഓപ്ഷൻ ടു അസർട്ടൈൻ ദി വാല്യൂ ഇൻ ടേംസ് ഓഫ് ദി ക്ലോസ് ബി ഓർ അതർ യൂഷ്വൽ മെത്തേഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യൂഷ്വൽ മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി ഒരിക്കൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് പറയുന്ന അനുസരിച്ച് രണ്ടാമത്തെ മെത്തേഡ് ഒരിക്കൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ മെത്തേഡ് മാറ്റാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മെത്തേഡല്ല, സെക്കൻഡ് മെത്തേഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു സപ്ലയർ ഒരിക്കൽ സെക്കൻഡ് മെത്തേഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പത്തിക വർഷം മെത്തേഡ് മാറ്റാൻ പറ്റില്ല. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് എന്താണ്? At the option of the supplier of services, the value in relation to supply of foreign currency. ഫോറിൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് മെത്തേഡാണ്. ഫോറിൻ കറൻസി ഇൻക്ലൂഡിങ് മണി ചേഞ്ചിങ് ഷാൽ ബി ഡീം ടു ബി. ഇപ്പം നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ 3 രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് വന്നു കഴിയുമ്പോൾ എന്താണ്? 1% ഓഫ് ദി ഗ്രോസ് എമൗണ്ട് ഓഫ് ദി കറൻസി എക്സ്ചേഞ്ച്. ഗ്രോസ് എമൗണ്ട് ഓഫ് ദി കറൻസി എക്സ്ചേഞ്ചിന്റെ 1% ഫോർ ആൻ എമൗണ്ട് അപ് ടു ₹1 lakh. അപ്പം 1 ലക്ഷം വരെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസിയുടെ ഇന്ത്യൻ വാല്യൂ എങ്കിൽ ആ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഇന്ത്യൻ കറൻസിയുടെ 1% സബ്ജക്ട് ടു എ മിനിമം എമൗണ്ട് ഓഫ് 250. ഇനി ഇങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ എന്താണ്? 250 ആയിരിക്കും അതിൻ്റെ മിനിമം എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസിയുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ, 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ ആ എമൗണ്ടിൻ്റെ 1%. നമ്മളൊരു 72 രൂപ വെച്ച് ഒരു $100 കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ആ കിട്ടുന്നതിൻ്റെ എത്രയാണ് വരുന്നത്? 72. അല്ലെങ്കിൽ ഒരു 1000 $1,000 convert into Indian currency. The value in the exchange rate is ₹72. അപ്പം 72,000 വരുന്നുണ്ട്. ഈ 72,000ന്റെ 1%, 72,000ന്റെ 1% എന്തായിട്ട് കണക്കാക്കും? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ 720 ആണ് വാല്യൂ ഓഫ് സപ്ലൈ. കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ 1% കണക്കാക്കും. 1 ലക്ഷം രൂപ വരെയാണ് എങ്കിൽ, ഇനി അതിൻ്റെ 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ റൂള് വീണ്ടും മാറും. 1 ലക്ഷത്തിന് മുകളിൽ വരുന്നത്, 1 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയാണെങ്കിൽ, സോ റുപ്പീസ് സബ്ജക്ട് ടു മിനിമം ടു ദെൻ റുപ്പീസ്. രണ്ടാമത്തെ കേസിൽ 5% ഓഫ് ദി ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഫോർ എൻ എമൗണ്ട് എക്സീഡിങ്. ഇപ്പം 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ എന്താ? 1 ലക്ഷം രൂപയുടെ 1% വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപയുടെ 1% വന്നു കഴിഞ്ഞപ്പോൾ 1000 രൂപ വന്നു. 1000 രൂപയും 1 ലക്ഷത്തിനും 1 ലക്ഷമാണ് ആദ്യത്തേത് വന്നിരിക്കുന്നത്. 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണ് എങ്കിൽ 1000 പ്ലസ് 1000 എന്താണ്? 1 ലക്ഷത്തിൻ്റെ 1%. 0.5%. ഇപ്പം 1 lakh വരെ ഉള്ളതിന് 1%, അത് 1000 വന്നു. ഇതിൻ്റെ കൂടെ റിമൈനിങ് പാർട്ടിൻ്റെ 0.5% എടുക്കുക. ദെൻ 0.5% എടുത്തു കഴിയുമ്പം 0.5% ഓഫ് ദി ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഫോർ ആൻ എമൗണ്ട് എക്സീഡിങ് ₹1 lakh. ഇപ്പം 1 ലക്ഷം കഴിഞ്ഞു വരുന്ന എമൗണ്ടിനാണ് 0.5% പറഞ്ഞിരിക്കുന്നത്. അപ് ടു ₹10 lakhs, 10 ലക്ഷം വരെ വരുന്നതിന്. ഇപ്പോൾ 10 ലക്ഷം വരെ വരികയാണെങ്കിൽ നമ്മളൊരു നോക്കുകയാണെങ്കിൽ എന്താ? അപ്പം ഒരു മിസ്റ്റർ എ ഹാസ് എക്സ്ചേഞ്ച് $1,000 ടു ഇന്ത്യൻ റുപ്പി അറ്റ് ₹72 പെർ $. അപ്പം നമ്മളെന്താ ഒരു $10,000 കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പം $10,000 കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം 72 രൂപ വെച്ചാണെങ്കിൽ അയാൾക്ക് എത്രയാണ്? 7,20,000 രൂപ കിട്ടും. ഈ 7,20,000 രൂപ കിട്ടി കഴിയുമ്പോൾ
ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന സപ്ലയറിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിരിക്കും? നമ്മൾ എത്രയാ 1,00,000 രൂപ വരെ പറഞ്ഞിരിക്കുന്ന 1,000 രൂപ. 1,000 രൂപ കഴിഞ്ഞു. ബാക്കി എത്ര വന്നിട്ടുണ്ട്? 6,20,000. അപ്പോൾ ടോട്ടൽ 7,20,000. ദെൻ 1,00,000ന് 1,000 നമ്മൾ ആദ്യം കുറച്ചു. ബാക്കി 6,20,000 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? അതിൻ്റെ 0.5% ആണ്. 0.5%. That will be coming up to 3,200. 3,200 1,00,000നുള്ള 1,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരുന്നുണ്ട്? 4,200. That will be the value of supply. 4,200 ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ തന്നെ മെത്തേഡ് സെക്കൻഡിലെ മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ₹1,500 and 0.1% of the gross amount of the currency exchange for an amount exceeding ₹10 lakhs. അപ്പം 10,00,000 രൂപയിൽ കൂടുതൽ വരികയാണ് എങ്കിൽ 1,500 വീണ്ടും കറൻസി എക്സ്ചേഞ്ച് ഫോർ ആൻ എമൗണ്ട് എക്സീഡിങ് ₹10 lakhs. അപ്പം 10,00,000 കൂടുതൽ വരുന്നതിന് കൂടുതൽ വരുന്ന തുകയുടെ എത്ര വരും? 0.1% കൂടി ആഡ് ചെയ്യുക. സബ്ജക്ട് ടു ദി മാക്സിമം എമൗണ്ട് ഓഫ് 60,000. ഇവിടെ എന്താ? ഇതിന്റെ വാല്യൂ സബ്ജക്ട് ടു ദി മാക്സിമം എമൗണ്ട് ഓഫ് 60,000. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈയുടെ മാക്സിമം എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 60,000 രൂപയാണ്. ഇതാണ് നമ്മുടെ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു മെത്തേഡിന്റെ റൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട സപ്ലൈയിൽ രണ്ടാമത്തെ ഒരു സപ്ലൈ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ബൈ ആൻ എയർ ട്രാവൽ ടിക്കറ്റ് അല്ലെങ്കിൽ എയർ ട്രാവൽ ഏജന്റ്. എയർ ട്രാവൽ ഏജന്റുകൾ അവരുടെ വാല്യൂ ഓഫ് സപ്ലൈ ഇതിന് വളരെ സിമ്പിളായ രണ്ട് റൂളേ പറയുന്നുള്ളൂ. എന്താണ്? ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ടിക്കറ്റുകളാണ് എങ്കിൽ 5% ഓഫ് ദി ബേസിക് റേറ്റ്. ദെൻ ഇന്റർനാഷണൽ ടിക്കറ്റുകളാണെങ്കിൽ 10% ഓഫ് ദി ബേസിക് റേറ്റ്. ഈ രണ്ട് റൂൾ ഓർത്തിരുന്നാൽ മതി. ഇൻ കേസ് ഓഫ് ദി വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ബൈ ആൻ എയർ ട്രാവൽ ഏജന്റ് ഫോർ ഡൊമസ്റ്റിക് ടിക്കറ്റ്സ് 5% ഓഫ് ദി ബേസിക് റേറ്റ് അല്ലെങ്കിൽ 5% ഓഫ് ദി ബേസിക് ഫെയർ. ആൻഡ് ഫോർ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് 10% ഓഫ് ദി ബേസിക് റേറ്റ്. ഇനി ഇവിടെ ബേസിക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയർലൈൻ കമ്പനികൾ ഏത് എമൗണ്ടിനാണോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്രാവൽ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്, ആ എമൗണ്ട് ആണ് നമ്മൾ എന്താണ് ബേസിക് ഫെയർ എന്ന് കണക്കാക്കുന്നത്. ബേസിക് ഫെയർ എന്താ? ഒരു ടിക്കറ്റ് ഒരു ട്രാവൽ ഏജന്റ് എയർലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ആ ട്രാവൽ ഏജന്റിന് എയർലൈനുകൾ കൊടുക്കുന്ന കമ്മീഷൻ ഏത് എമൗണ്ടിനെ ബേസ് ചെയ്താണോ ആ എമൗണ്ട് ആണ് നമ്മൾ എന്താ പറയുന്നത് ബേസിക് ഫെയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ട്രാവൽ ഏജന്റുമാർക്ക് അവർ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റിന്റെ ഫെയർ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിനാണെങ്കിൽ 5%, ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളാണെങ്കിൽ 10%, അതിന്റെ എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. വാല്യൂ ഓഫ് സപ്ലൈ 5% ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആൻഡ് 10% ഇൻ കേസ് ഓഫ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. ദെൻ അടുത്തത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? വാല്യൂ ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ഇത് സ്പെഷ്യൽ കാറ്റഗറി ബിസിനസ്സുകളുടെ വാല്യുവേഷൻ ഓഫ് സപ്ലൈ ആണ്. വാല്യുവേഷൻ ഓഫ് സപ്ലൈ, ഈ സപ്ലൈയുടെ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും GST ചാർജ് ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആണ് എങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ നിന്ന് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും GST ചാർജ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ആ വാല്യുവേഷന്റെ ബേസ് എന്താണ്? The gross premium charged from a policy holder reduced by the amount allocated for investment or savings on behalf of the policy holder if such amount is intimated to the policy holder at the time of supply of services. ആ സർവീസിന്റെ സപ്ലൈ ഓഫ് സർവീസിന്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിൽ നിന്നും ഏത് എമൗണ്ട് ആണോ ഇൻവെസ്റ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടിലേക്കോ മാറ്റുന്നത്, റിസ്ക് കവറേജ് അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി മാറ്റുന്ന എമൗണ്ട് ഉണ്ട്, അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓർ സേവിങ്.
ഇൻവെസ്റ്റ്മെന്റിനോ സേവിങ്ങിനോ വേണ്ടി കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിൽ നിന്നും എമൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം മാറ്റുന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഒരു പോളിസി ഹോൾഡർ 1,00,000 രൂപ പ്രീമിയമായിട്ട് അടച്ചു. ഇതിലൊരു 95,000 രൂപ ഇൻഷുറൻസ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന 5,000 രൂപ മാത്രമേ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഇനി പ്രൊവൈഡഡ് ദിസ് ഈസ് ഇന്റിമേറ്റഡ് ടു ദി പോളിസി ഹോൾഡർ അറ്റ് ദി ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് പേയിങ് ദി പ്രീമിയം. പ്രീമിയം പേ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറെ അറിയിക്കുന്നുണ്ട്, നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 95% ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് വരുന്ന 5% വാല്യൂ സപ്ലൈ ഓഫ് ദി ഇൻഷുറൻസ് കമ്പനിയായിട്ട് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ഇൻ കേസ് ഓഫ് സിംഗിൾ പ്രീമിയം അനിവിറ്റി പോളിസീസ്, ഇവിടെ എന്താ, ഒറ്റത്തവണ മാത്രം പ്രീമിയം അടയ്ക്കുന്ന പോളിസികളാണ് എങ്കിൽ 10% ഓഫ് സിംഗിൾ പ്രീമിയം ചാർജ് ഫ്രം ദി പോളിസി ഹോൾഡർ, എന്താ, ആ പോളിസി ഹോൾഡറിൽ നിന്ന് ചാർജ് ചെയ്യുന്ന പ്രീമിയത്തിന്റെ 10%. ഇവിടെയും എന്താണ്, ഈ സിംഗിൾ പ്രീമിയം പോളിസികളിലും അടയ്ക്കുന്ന തുകയുടെ ഒരു ഇത്ര ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റുന്നു എന്ന് പോളിസി ഹോൾഡറെ അറിയിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമം ബാധകമല്ല. നമ്മൾ ആദ്യം പറഞ്ഞ നിയമമായിരിക്കും ബാധകമായിട്ട് വരുന്നത്. ഇപ്പൊ സിംഗിൾ പ്രീമിയം പോളിസി എടുക്കുന്നു. സിംഗിൾ പ്രീമിയം പോളിസി എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനി ആ പോളിസി ഹോൾഡറോട് പറയുന്നുണ്ട്, നിങ്ങൾ അടയ്ക്കുന്ന സിംഗിൾ പ്രീമിയം തുകയുടെ ഒരു 90% ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ 1,00,000 രൂപ സിംഗിൾ പ്രീമിയം അടച്ചു, 90% എത്രയാണ്, 90,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്രയാ വരുന്നത്, ബാലൻസ് വരുന്ന 10,000 ആയിരിക്കും വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇങ്ങനെ എങ്കിൽ അങ്ങനെ വരുന്ന കേസിലാണ് പ്രീമിയമായിട്ട് കളക്ട് ചെയ്യുന്ന തുകയുടെ 10%. അപ്പം അവിടെ വരുമ്പോൾ എന്താ, 5,00,000 രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 10% അല്ലെങ്കിൽ 50,000 രൂപ വാല്യൂ സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഡിഫറൻസ് പറഞ്ഞതാണ്, ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ റൂളാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ദെൻ ഇൻ ഓൾ അതർ കേസ്, ഇനി ഇത് രണ്ടുമല്ലാതെ മറ്റുള്ള എല്ലാ കേസുകളിലും 25% ഓഫ് ദി പ്രീമിയം ചാർജ് ഫ്രം ദി പോളിസി ഹോൾഡർ ഇൻ ദി ഫസ്റ്റ് ഇയർ ആൻഡ് 12% 5% ഓഫ് ദി പ്രീമിയം ചാർജ് ഫ്രം ദി പോളിസി ഹോൾഡർ ഇൻ സബ്സിക്വന്റ് ഇയേഴ്സ്. ആദ്യമേ പറഞ്ഞ 2 കേസുകൾ ഒഴിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റുന്നു. രണ്ടാമത് എന്താണ്, സിംഗിൾ പ്രീമിയം ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റുന്നത് എത്രയാണെന്ന് പോളിസി ഹോൾഡറെ അറിയിക്കുന്നില്ല എങ്കിൽ കളക്ട് ചെയ്യുന്ന തുകയുടെ 10%. മൂന്നാമത് മറ്റെല്ലാ കേസുകളിലും കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിന്റെ 25% ആദ്യത്തെ വർഷവും സബ്സിക്വന്റ് ഇയേഴ്സിൽ 12.5%മാണ് കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിന്റെ ചാർജ് ഫ്രം ദി പോളിസി ഹോൾഡർ. എന്താണ്, നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. പോളിസി ഇൻഷുറൻസ് കമ്പനികളുടെ ചാർജബിൾ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത് ഈ പറയുന്ന എമൗണ്ട് ആണ്. ദെൻ ഇൻ കേസ് ഓഫ് ദി പോളിസീസ് വേർ ദി എൻറ്റയർ പ്രീമിയം പെയ്ഡ്, ഇനി ചില പോളിസികളുണ്ട്, ഇൻ കേസ് ഓഫ് ദി പോളിസീസ് വേർ ദി എൻറ്റയർ പ്രീമിയം പെയ്ഡ് ബൈ ദി പോളിസി ഹോൾഡർ ഈസ് യൂട്ടിലൈസ്ഡ് ഓൺലി ടുവേഴ്സ് ദി റിസ്ക് കവർ ഇൻ ലൈഫ് ഇൻഷുറൻസ്. പ്രീമിയമായിട്ട് കളക്ട് ചെയ്യുന്ന തുക മുഴുവൻ ലൈഫ് ഇൻഷുറൻസിന്റെ റിസ്ക് കവറേജിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ then the taxable value will be the entire premium. അങ്ങനെ വരുമ്പോൾ എന്താ, ആ കളക്ട് ചെയ്യുന്ന മുഴുവൻ തുകയും ടാക്സബിൾ പ്രീമിയം ആയിട്ട് നമ്മൾ കണക്കാക്കും. ഒരു 50,000 രൂപ പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്യുന്ന 50,000 രൂപയും റിസ്ക് കവറേജിന് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നതെങ്കിൽ 50,000 രൂപയും എന്താണ്, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും, ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇത് ഇൻഷുറൻസ് കമ്പനികളെ ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ്. ദെൻ ടാക്സബിൾ സപ്ലൈ ഈസ് പ്രൊവൈഡഡ് ബൈ എ പേഴ്സൺ ഡീലിംഗ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. അപ്പം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട GST റൂൾസ് എന്താണ്? അപ്പം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ റൂൾ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബൈയിങ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയുമായിട്ടുള്ള
വ്യത്യാസമാണ് അവിടെ ടാക്സബിൾ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം വാല്യൂ ഓഫ് സപ്ലൈ ഷാൽ ബി ഇൻ കേസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഓൾഡ് ഗുഡ്സ്, then the value of supply shall be difference between the selling price and the purchase price. സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒരു മാരുതി യൂസ് കാർ വാങ്ങി. ഈ വാങ്ങുന്ന കാറിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരു 2 ലക്ഷം രൂപയാണ്. ഈ 2 ലക്ഷം രൂപ ഒറിജിനൽ പ്രൈസ് ഉള്ള ഒരു കാറ് ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഡീലർ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു. 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ചെറിയ ഓൾട്ടറേഷൻ ഒക്കെ നടത്തിയിട്ട് ഇയാൾ ഈ കാറ് വിൽക്കുന്ന 1,25,000 രൂപയ്ക്കാണ് എങ്കിൽ അപ്പം പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസുമായിട്ടുള്ള വ്യത്യാസം നോക്കുമ്പോൾ എത്രയാണ്? 25,000 രൂപയുണ്ട്. ഈ 25,000 രൂപയായിരിക്കും ഈ ഡീലറിൻ്റെ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡീലിങ്സിൽ കണക്കാക്കുന്നത്. ഇനി ഈ ഡിഫറൻസ് നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ വാങ്ങുന്ന വിലയേക്കാളും വിൽക്കുന്ന വില എപ്പോഴെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ആ വാല്യൂ ഓഫ് സപ്ലൈ നെഗ്ലിജിബിൾ ആയിട്ട് മാറും, അവിടെ നില്ലായിട്ട് കണക്കാക്കും. ഇതാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങുമായിട്ടുള്ള റൂള്. ദെൻ ഇനി ചില കേസിൽ എന്താണ്? വാല്യൂ ഓഫ് ടോക്കൺ ഓർ വൗച്ചർ ഓർ എ കൂപ്പൺ. ഇപ്പം ചിലപ്പോൾ എന്താ ടോക്കൺ, വൗച്ചർ, കൂപ്പൺ ഇതൊക്കെ കൊടുക്കാം. ഓർ എ സ്റ്റാമ്പ് അതർ ദാൻ പോസ്റ്റൽ സ്റ്റാമ്പ്. പോസ്റ്റൽ സ്റ്റാമ്പ് അല്ല, മറ്റു തരത്തിലപ്പം ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാമ്പുകൾ കൊടുക്കുന്നുണ്ട്. ഒരു ബിസിനസ് സ്റ്റാമ്പ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സ്റ്റാമ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ വാല്യൂ സപ്ലൈയിൽ കണക്കാക്കുന്നത്? അപ്പം അതിൻ്റെ ജനറൽ റൂൾ അനുസരിച്ച് എന്താണ്? ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദി വാല്യൂ ഓഫ് എ ടോക്കൺ ഓർ എ വൗച്ചർ ഓർ എ കൂപ്പൺ ഓർ എ സ്റ്റാമ്പ് അതർ ദാൻ എ പോസ്റ്റേജ് സ്റ്റാമ്പ് ഷാൽ ബി ദി മോണിറ്ററി വാല്യൂ ഓഫ് സച്ച് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിൻ്റെ മോണിറ്ററി വാല്യൂ ആയിരിക്കും കണക്കാക്കുന്നത്. ഈ സാധനങ്ങളുടെയൊക്കെ മോണിറ്ററി വാല്യൂ ആയിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നു, ഒരു 3,500 രൂപയുടെ ഒരു കൂപ്പൺ ഒരാൾ ഒരു ബിസിനസ്മാന് കൊടുത്തിട്ട് 3,500 രൂപ വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവിടെ ആ സപ്ലൈയുടെ വാല്യൂ എന്തായിരിക്കും? 3,500 രൂപയായിരിക്കും. അവിടെ ആ മോണിറ്ററി വാല്യൂ ഓഫ് ദി സപ്ലൈ ഈസ് 3,500. ഈ കൂപ്പൺ എന്ത് വിലയ്ക്കുള്ള വസ്തുവിനാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് വാല്യൂ ആയിരിക്കും ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. വൗച്ചേഴ്സോ അല്ലെങ്കിൽ കൂപ്പൺസോ ടോക്കണോ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് വിലയ്ക്കാണോ അല്ലെങ്കിൽ എന്ത് വാല്യൂവാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ സപ്ലൈ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഇതിനടുത്ത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റ്. ഇനി ഏജന്റുമാർ നടത്തുന്ന സപ്ലൈ ആണ് എങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റ്. അപ്പം പ്യുവർ ഏജന്റുമാരാണ്, അയാൾ സ്വന്തം നിലയിലല്ല, ഒരാൾ കൃത്യമായിട്ടും ഏജന്റായിട്ട് മാത്രമാണ് സപ്ലൈ നടത്തുന്നതെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും? വാല്യൂ ഓഫ് സപ്ലൈ സർവീസസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റ് ഷാൽ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി വാല്യൂ ഓഫ് സപ്ലൈ. ആ വാല്യൂ എന്താണ്? വാല്യൂ ഓഫ് സപ്ലൈ അയാളുടെ വാല്യൂ ഓഫ് സപ്ലൈ എക്സ്ക്ലൂഡ് ചെയ്യും. കാരണം അയാൾ എന്താ? ഒരു ഏജന്റ് ആയിട്ടാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരു പ്രിൻസിപ്പലിന് വേണ്ടി സാധനങ്ങൾ റിസീവ് ചെയ്ത് പ്രിൻസിപ്പലിന് വേണ്ടി സപ്ലൈ നടത്തുന്ന കേസിൽ ആ ഏജന്റിന്റെ സപ്ലൈ വാല്യൂവിൽ ഈ ഒരു സപ്ലൈ ഉൾപ്പെടുത്തില്ല. കാരണം അയാൾക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. ദെൻ ഇനി അതിൻ്റെ ഒരു 2-3 റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് കൂടെ ചെറുതായിട്ട് നോക്കിയേക്കാം. ദി സപ്ലയർ ആക്ട്സ് ആസ് എ പ്യൂർ ഏജന്റ് ഓഫ് ദി റെസിപ്പിയന്റ്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താ? സപ്ലയർ റെസിപ്പിയന്റ് ഒരു കൃത്യമായ ഏജന്റ് ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഏജന്റായിട്ട് സ്വീകരിക്കുന്നു, ഏജന്റായിട്ട് തന്നെ ഇതിന്റെ സപ്ലൈ നടത്തുകയാണെങ്കിൽ ഏജന്റിന്റെ സപ്ലൈ വാല്യൂവിൽ ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ഉൾപ്പെടുത്തുന്നതല്ല. ദെൻ അടുത്തത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി അതാണ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയുടെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് നേരത്തെ ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതല്ല എങ്കിൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി അതർ ദാൻ ദി ഇന്ത്യൻ റുപ്പി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ
വില തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇന്ത്യൻ കറൻസി അല്ല, രണ്ട് ഫോറിൻ കറൻസികളാണ് എങ്കിൽ the rate of exchange for determination of value of taxable goods or service or both shall be the applicable reference rate for that currency. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കറൻസിയുടെ ആപ്ലിക്കബിൾ റെഫറൻസ് റേറ്റ് ആയിരിക്കും ഡിറ്റർമൈൻഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദി ഡേറ്റ് ഓഫ് ടൈം ആൻഡ് സപ്ലൈ. അപ്പം ഈ സപ്ലൈ നടക്കുന്ന ദിവസവും സമയവും ആ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സപ്ലൈ വാല്യൂ കണക്കാക്കുന്നത്. ദെൻ ടൈം ഓഫ് സപ്ലൈ in terms of section 12 or as the case may be section 13 of the act, GST act section 12 13 പ്രകാരം ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കും. ഇവിടെ എന്താണ് RBIയുടെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് റെഫറൻസ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വാല്യൂ തീരുമാനിക്കുന്നത്. ദെൻ നമ്മൾ ഈ സെഷനിലെ ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ GST. ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസിൻ്റെ മേൽ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ദി വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി വാല്യൂസ് റൂൾസ് പ്രൊവൈഡ് ഇൻ ദി കസ്റ്റംസ് ആക്ട്. അപ്പം ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ എപ്പോഴും കണക്കാക്കുന്ന കസ്റ്റംസ് ആക്ടിലെ നിയമങ്ങൾ പ്രകാരമായിരിക്കും. ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ദി വാല്യൂ വിൽ ബി കാൽക്കുലേറ്റഡ് ബേസിംഗ് ഓൺ ദി കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ടിലെ നിയമപ്രകാരമാണ്. ഇപ്പൊ കസ്റ്റംസ് ആക്ടിലെ നിയമപ്രകാരമായിരിക്കും കണക്കാക്കുന്നത്. ദി വാല്യൂ ഓഫ് സപ്ലൈ ഇസ് ദി കസ്റ്റംസ് വാല്യൂ. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് കസ്റ്റംസ് ഇടുന്ന വാല്യൂ, കസ്റ്റംസ് വാല്യൂ പ്ലസ് ദി ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ്. അപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. വാല്യൂ ഓഫ് ഗുഡ്സ് കണക്കാക്കുന്ന എന്താ? ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കസ്റ്റംസ് വാല്യൂവും അതിൻ്റെ മേൽ പേ ചെയ്യുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും വാല്യൂ ഓഫ് ഗുഡ്സ് കണക്കാക്കുന്നത്, അവിടെ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കുന്നത്. ഈ എമൗണ്ടിന്റെ മേലായിരിക്കും ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ? കസ്റ്റംസ് വാല്യൂ പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. കസ്റ്റംസ് വാല്യൂവിന്റെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ GST. GSTയുടെ കീഴിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ കണക്കാക്കുന്നത് എന്താണ്? നമ്മൾ ആ കസ്റ്റംസ് വാല്യൂവിന്റെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. നമ്മൾ ആ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ വാല്യൂവിന്റെ ആ സെഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ അടുത്ത് തേർഡ് മോഡ്യൂൾ ആരംഭിക്കും. Till then, thank you.